അധ്യാത്മരാമായണം യുദ്ധകാന്ഡം രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തിത് ആകുലമെന്നിയെ തേർന്നടത്തിയിടു നീ. മാതലി തേരതിവേഗേന കൂട്ടിനാൻ ഏതുമേ ചഞ്ചലമില്ല ദശാസ്യനും. മൂടി പൊടി കൊണ്ട് ദിക്കും ഉടയിട കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം. രാത്രീഞ്ചരൻ്റെ കൊടിമരം ഖണ്ഡിച്ച് ധാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുത്ഥാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നെയുമേറെ എയ്തിടിനാൻ. ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചത് രാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞുമകന്നും വലം വച്ചുമേറ്റും ഇടം വച്ചുമൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളിമാരുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല. നാം ഈ വണ്ണം ഉണ്ടാകയുമില്ലിവണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യരാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാൻ. വാതമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനി താനും വിറച്ചിതു പരമായി. പാഥോനിധിയും ഇളകി മറിഞ്ഞിത് പാതാളവാസികളും നടുങ്ങിടിനാർ. അമ്പുധിയോടൊന്നെതിർക്കിലും അമ്പരമമ്പരത്തോടെതിർത്തിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ. രാത്രീഞ്ചരൻ്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാനതു നേരം. അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ച് ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ. യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ലവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലം. കുംഭകർണൻ മകരക്ഷൻ ഖരൻ ബാലിവമ്പനാം മാരീചൻ എന്നിവരാധിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്തത് നിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത് ദശകണ്ഠനെ കൊല്ലുവാൻ. കണ്ടീലുപായവുമേതുമൊന്നീശ്വര ചിന്തിച്ചു രാഘവൻ. പിന്നെയും ദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ട് രഘുവരനുണ്ടായതുള്ളിലൊരു നിലവന്നേരം. പുഷ്പസമാനങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പ് കുറഞ്ഞു ദശാസ്യനും നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം. മാതലി താനും തൊഴുതു ചൊല്ലിയിടിനാൻ ഏതും വിഷാദമുണ്ടാകായിക മനസ്സേ. മുന്നമഗസ്ത്യതബോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ.
പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീ ഇതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായി എടുത്തു തൊഴുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിനു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചേടിനാൻ. രാവണൻ തൻ്റെ ഹൃദയം പിളർന്ന ഭൂദേവിയും ഭേദിച്ച് വാരുതിയിൽ പൊക്ക് ചോര കഴുകി മുഴുകി വിരവോടു മാരുത വേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണ് തെളിവോടു ബാണവും എന്തൊരു വിസ്മയം. അന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണീടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പകവൃക്ഷ പുതുമര തൂകിനാരുൽപ്പന്നമോദേന വാനവരെ വരും. അർക്കകുലോദ്ഭവൻ മൂർധനിമേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞത് പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെ യുധിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച് രാക്ഷസരോടിയ കമ്പുക്ക് കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജന്മാരുതി നീലങ്കദാദിയാം മർക്കടവീരരും ആർത്തു പുകഴ്ത്തിനാർ. അഗ്രജൻ വീണത് കണ്ട വിഭീഷണൻ വ്യഗ്രച്ചരികത്തു ചെന്നിരുന്നാകുല ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും. ഞാനിതൊക്കെ പറഞ്ഞിടിനൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീരാ. മഹാശയനോചിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കേണമെന്നുണ്ട്. ദൈവത്തിനതാർക്കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോട്. ദേവദേവേശനരുൾ ചെയ്തിതാതരാൽ എന്നോട് അഭിമുഖമായി നിന്ന് പോർ ചെയ്ത് നന്നായി മരിച്ച മഹാശൂരനാം ഇവൻ തന്നെ കുറിച്ച് കരയരുതേതുമേ നന്നല്ലത് പരലോകത്തിനു സഖേ. വീരനായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ച വീര സ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങി ദീവന്നിനി ശേഷക്രിയ തുടങ്ങുക വൈകാതെ. യുദ്ധമരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മണ്ടോദരി കേണു വന്നിടിനാൾ. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞും ആതങ്കങ്ങൾ കൊണ്ടു മോഹിച്ച് പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്കിരതാത്മജനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോട് സാദരം. രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ. ഇവനോളം അത്ര പാപം ചെയ്തവരില്ല ഭൂതലെ. യോഗ്യമല്ലേ അത് മടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്ന് കേട്ട് ഏറ്റവും വന്ന് ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട്. മദ്ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പുരാധീശ്വരനറ്റിത് പാപങ്ങൾ വൈരവും ആമരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്ക്. ഒരു ദോഷം നിനക്കതിനേതുമകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ട് ചിതിയുമാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപ ദേഹം അലങ്കരിച്ച് ആർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടെ പൂർവജനാൻ ഉദകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്ന് ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാർ. ചെന്നു നിജ നിജ മന്ദിരം ബുക്കിത് യാജ്ഞാവലോകനം ചെയ്തു നിന്നോർകളും.